Hi everyone, this is Muhammad Alfan. Welcome to Skill to Succeed. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു ക്യാമറ ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ എക്സലിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പർട്ടിക്കുലർ ടൂൾ എക്സലിന് എങ്ങനെ ആക്സസ് ചെയ്യാം, അത് വെച്ചിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ മുന്നിൽ കാണുന്ന ചെറിയൊരു ഡാറ്റാ ബേസ് ലിസ്റ്റ് ഓഫ് സെയിൽസ്മാൻസ് ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 110 സെയിൽസ്മാൻ ഉണ്ട് ഇവിടെ. അവർ അച്ചീവ് ചെയ്ത റവന്യൂ റെസ്പെക്റ്റീവ് മന്തിൻ്റെ താഴെ കൊടുത്ത് കാണാൻ പറ്റും. റൈറ്റ്, അതിൽ ഏറ്റവും എൻഡിൽ ഓരോ മന്തിൻ്റെയും ടോട്ടൽ വാല്യൂ ഇവിടെ സം വാല്യൂ കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സി റൈറ്റ്, ഇനി ഇൻ കേസ് ഞാൻ ഇപ്പോൾ ഡാറ്റ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അതിൻ്റെ ടോട്ടൽ വാല്യൂ എനിക്കൊരു 40 ആക്കണം, ഈ 32 ഉള്ളത് 40 അല്ലെങ്കിൽ 35 ആക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാണ് ഇവിടെ. അതായത് 407 ഉള്ളത് ഞാൻ അമെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് 700 ആക്കുന്നു. നെക്സ്റ്റ് വാല്യൂ ഞാൻ 1000 ആക്കി നോക്കുന്നു. ഇനി ഞാൻ താഴത്തേക്ക് ഞാൻ വരുന്നു. ഇപ്പോൾ ഇപ്പോഴും 33 ആയിട്ടുള്ളൂ. ഇനി ഒരു 7000 എടുത്ത് വരണം. അപ്പോൾ ഞാൻ വീണ്ടും 7000 ഇവിടെ ആക്കുന്നു. പിന്നെ എൻഡിലേക്ക് വരുന്നു. ഇപ്പോൾ 441 പ്ലസ് ആയിട്ടുണ്ട്. ഇനി അത് മൈനസ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഇൻസ്റ്റൻ്റ് ആയി കാണണമെങ്കിൽ വീണ്ടും ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്യണം. റൈറ്റ്, അല്ലെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ വെച്ചിട്ട് താഴത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. വീണ്ടും അപ്പിലേക്ക് പോയിട്ട് ഇവിടെ വീണ്ടും ചേഞ്ച് ചെയ്ത് നോക്കണം. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മളിവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ, ആ ടോട്ടൽ വാല്യൂ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സ്യൂട്ടബിൾ ആയുള്ള പൊസിഷനിൽ പ്ലേസ് ചെയ്ത് വെക്കണം. നമുക്കത് അങ്ങനെയുള്ളത് നോക്കാം. ഇറ്റ്സ് വെരി ഈസി. ഇവിടെ കാണുന്ന ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ടല്ലോ, അതിന് തൊട്ടടുത്തുള്ള ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ മോർ കമൻറ്റ്സ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പം ഈ ഒരു എക്സൽ ഓപ്ഷൻസിലുള്ള ഡയലോഗ് ബോക്സിലേക്ക് വരും. സോ അതിൻ്റെ അണ്ടറിൽ തന്നെ ലിസ്റ്റ് ഓഫ് ടാബ്സ് ഉണ്ട്. അതിലിപ്പോൾ ഉള്ളത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് എക്സലിൽ അവൈലബിൾ ആയ ലിസ്റ്റ് ഓഫ് റിബൺസ് ആണ്. സോ അതുകൊണ്ട് സിസ്റ്റം തന്നെ നമുക്ക് കാണിച്ചു തരണം ഇത്രയും ടൂൾസ് അല്ലെങ്കിൽ റിബൺസ് അവൈലബിൾ ആണ് എക്സലിൽ നിന്ന്. ഇത് പോപ്പുലർ കമൻറ്റ്സ് ആണ്. ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ കമൻറ്റ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് കമാൻഡ്സ് അല്ലെങ്കിൽ റിബൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്, ഈ റൈറ്റ് സൈഡ് കാണുന്ന ബക്കറ്റ് എന്താ, ഇത് ഓൾറെഡി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത സിസ്റ്റത്തിൽ. സോ ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ അൺഡു റീഡ് ഒക്കെ ആണ് ഇവിടെ കാണിക്കുന്നത്. സ്പെല്ലിംഗ്, ഇമെയിൽ, ആ 4 ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ആ ക്യാമറ ടൂളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് ക്വിക്കായിട്ട് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. സോ അതുകൊണ്ട് ലെഫ്റ്റ് സൈഡുള്ള ഈ അവൈലബിൾ ആയ ടൂളിനും അല്ലെങ്കിൽ റിബൺസ് നിന്നും ക്യാമറ ഉണ്ടോ നോക്കാം. നമുക്ക് സി എന്നുള്ള കാറ്റഗറിയിൽ ഉണ്ടാവും ക്യാമറ എന്നുള്ളത്. റൈറ്റ്, ഇവിടെ കാണാം ക്യാമറ, ഓപ്റ്റ് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ക്യാമറ ഇതിലേക്ക് വന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ആ ക്യാമറ ആയി ഇവിടെ കാണാൻ പറ്റും. റൈറ്റ്, ഇതിൻ്റെ റോൾ ഞാൻ കാണിച്ചു തരാം. സോ ജസ്റ്റ് ഡൗണിലേക്ക് വരുന്നു. എനിക്ക് ഈ ഒരു ടോട്ടൽ എന്നുള്ള ഈ ഏരിയ ആണ് എനിക്ക് മൂവ് ചെയ്യിക്കേണ്ടത്, അത് പ്ലേസ് ചെയ്യിക്കേണ്ടത്. കാരണം അതാണ് എനിക്ക് കാണേണ്ടത് മാറുന്നതനുസരിച്ച്. റൈറ്റ്, ആ ഏരിയ കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം കോപ്പി ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്പിലേക്ക് വരുന്നു. എനിക്ക് ഈ ഏരിയയിലാണ് എനിക്കത് പ്ലേസ് ചെയ്യേണ്ടത്. ശേഷം ഈ ക്യാമറ ടൂൾ ഓപ്റ്റ് ചെയ്ത് വെച്ചു. ജസ്റ്റ് ഇവിടെ താഴത്തേക്ക് വന്നിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി സിമ്പിളായിട്ട്. സോ ഓട്ടോമാറ്റിക്കലി ആ ഒരു റെസ്പെക്റ്റീവ് ഏരിയ നമ്മൾ കോപ്പി ചെയ്തല്ലോ, അത് കംപ്ലീറ്റ്ലി ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ചുമ്മാ സ്നാപ്ഷോട്ട് അല്ല എടുത്തത്. ഞാൻ ഇവിടെ ഓപ്റ്റ് ചെയ്താൽ തന്നെ ആ റെസ്പെക്റ്റീവ് സെൽ റെഫറൻസ് എടുക്കൊണ്ട് കാണാൻ പറ്റും. A1112 തൊട്ടിട്ട് M1112 വരെ നമുക്ക് നോക്കാം അതെന്താണോ എന്നുള്ളത്. സി 1112 റോല് A തൊട്ടിട്ട് M വരെ ആ കറക്റ്റ് ഇവിടെ പിക്ക് ചെയ്ത് വന്നു. കാരണം എന്തുകൊണ്ടാണ് സെൽ റെഫറൻസ് എടുക്കാൻ കാണിച്ചത്, എനിക്ക് ഇവിടെ ഞാനത് ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി താഴെ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 700 ഉള്ളത് ഞാൻ 750 ആക്കുന്നു. സി 126 ആയി. റൈറ്റ്, 433 ഉള്ളത് ഞാൻ 1000 ആക്കുന്നു. സി 35213 ആയി. റൈറ്റ്, ആ സെയിം സംഭവം തന്നെ താഴെ ചേഞ്ച് ആയിട്ടുണ്ടാവും. സി 35213. അതൊരു ടെമ്പറലി നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്താലും അതിവിടെ സ്റ്റാറ്റിക് ആയിട്ട് തന്നെ ഉണ്ടാവും. റൈറ്റ്, ഇനി അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് 3 മാസത്തെ ഡാറ്റ ജാൻ, ഫെബ്രുവരി, മാർച്ച് ടിൽ സെയിൽസ്മാൻ 9 വരെ, അതായത് 10th റോ വരെ സെലക്ട് ചെയ്തിട്ട് വേറൊരു പ്ലേസിലേക്ക് ഇടണം. അത് തൊട്ടടുത്തായിട്ട് ലാസ്റ്റ് 3 മാസത്തെ ഡാറ്റ എനിക്ക് അവിടെ പ്ലേസ് ചെയ്യണം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അത് സെലക്ട് ചെയ്തു. ശേഷം കോപ്പി ചെയ്തു, ക്യാമറ ഓപ്റ്റ് ചെയ്യുന്നു, ഷീറ്റ് 2ലേക്ക് വരുന്നു, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു ഇവിടെ. സോ ആ റെസ്പെക്റ്റീവ് ഡാറ്റ ഇവിടെ വന്നു ജാൻ 21 തൊട്ടിട്ട് മാർച്ച് വരെ. അതിന് തൊട്ടടുത്തായിട്ട് നെക്സ്റ്റ് വേണം, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബറും. അതും ഞാൻ സെയിൽസ്മാൻ 9 വരെ സെലക്ട് ചെയ്തു, കോപ്പി ചെയ്യുന്നു, ക്യാമറ ഓപ്റ്റ് ചെയ്തു, ഷീറ്റ് 2ലേക്ക് വരുന്നു, തൊട്ടടുത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഒരുമിച്ച് തന്നെ ഡാറ്റ ഇവിടെ മിങ്കിൾ ചെയ്ത് വന്നു. റൈറ്റ്, ഞാൻ ഇവിടെ കേസർ പ്ലേസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇമേജ് മാത്രമല്ല അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് മാത്രമല്ല, ഇത് ആ റെസ്പെക്റ്റീവ് ഷീറ്റായിട്ട് ലിങ്ക്ഡ് ആണ്. ഇവിടെ കാണാം ഷീറ്റ് 1 ആയിട്ട് ഈ റെസ്പെക്റ്റീവ് സെൽ റെഫറൻസ് ആയിട്ട് ലിങ്ക്ഡ് ആണ് ഇത് രണ്ടും അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് മാറ്റം വരുത്തിയാലും, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റോ ഞാൻ കംപ്ലീറ്റ് ഹൈലൈറ്റ് ചെയ്തു യെല്ലോ കളറിൽ, അതുപോലെ തന്നെ ലാസ്റ്റ് മന്തിലുള്ള ഡാറ്റയും ഹൈലൈറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക വേറെ ഡിഫറെൻറ്റ് കളറിൽ. ആ രണ്ടും ഇവിടെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവും. സി റൈറ്റ്, സോ നമുക്ക് ഏത് രീതിയിലും ഈ ഒരു ക്യാമറ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.